ഏവരും കാത്തിരുന്ന ആ ഇവി എത്തി. മാരുതിയുടെ സ്വന്തം ഈ വിറ്റാര, ഒപ്പം ടൊയോട്ടയുടെയും ബഡ്ജറ്റ് സെഗ്മെന്റിൽ ഒരു ഇവി. അതാണ് പലരും മാരുതിയിൽ നിന്ന് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത്. എന്നാൽ ഇത് അങ്ങനെ ആയിരിക്കാൻ സാധ്യതയില്ല. ഇത് മിക്കവാറും കോമ്പറ്റ് ചെയ്യാൻ പോകുന്നത് ക്രെറ്റയായിട്ടും നെക്സോൺ ആയിട്ടും നമ്മുടെ MG ZS EV ആയിട്ടൊക്കെ ആയിരിക്കണം. EV മാർക്കറ്റിലേക്ക് ആദ്യമായിട്ട് കാലെടുത്ത് വെച്ചപ്പോൾ സുസുക്കി അത്യാവശ്യം ഇന്റീരിയർ മോഡേൺ ആക്കിയിട്ടുണ്ട്. കണക്റ്റഡ് ഇൻസ്ട്രുമെന്റ് പാനൽ, അഡാസ് ഒക്കെ വന്നിട്ടുണ്ട്. അത് ഇൻട്രസ്റ്റിംഗ് തന്നെയാണ്. ഇനിയുള്ള അപ്ഡേറ്റിൽ മിക്കവാറും പഴയ മോഡലിലേക്കും ഈ ഒരു ഫീച്ചേഴ്സ് ഒക്കെ വരാനും സാധ്യതയുണ്ട്. ഇനി റേഞ്ചിലേക്ക് നോക്കിയാൽ 500+ വരെയും കിട്ടുമെന്ന് സുസുക്കി പറയുന്നുണ്ട്. ക്രെറ്റയ്ക്ക് 500 എത്താൻ പറ്റിയെങ്കിലും സുസുക്കി ഇട്ടാണ് അത് അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ചാർജിങ് സ്പീഡ് പറഞ്ഞിട്ടില്ലെങ്കിലും അത് മോശമാകാനായിട്ട് സാധ്യതയില്ല. 49ലും 61ലും വരുന്ന BYD സോഴ്സ്ഡ് ആയിട്ടുള്ള ഒരു ബ്ലേഡ് ബാറ്ററി ടെക്നോളജിയാണ് ഈ വിറ്റാരയിൽ വരുന്നത്. അത് അത്യാവശ്യം എഫിഷ്യന്റ് ആയിട്ടുള്ള ബാറ്ററിയാണ്. അതുകൊണ്ട് തന്നെ ഒരു എഫിഷ്യന്റ് റേഞ്ചും നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഇനി പ്ലാറ്റ്ഫോംസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ വിറ്റാര വരുന്നത് ഇലക്ട്രിക് സ്പെസിഫിക് പ്ലാറ്റ്ഫോമിലാണ്. എന്നാൽ ക്രെറ്റയ്ക്ക് ഒരു എക്സിസ്റ്റിംഗ് പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് അതിന്റെ താഴെ ബാറ്ററി പാക്ക് വരുമ്പോൾ ഗ്രൗണ്ട് ടെറസിനൊക്കെ നന്നായിട്ട് പറ്റും. ആ ഒരു പ്രശ്നമൊന്നും നമ്മുടെ ഈ വിറ്റാരൊക്കെ വരില്ല. മിക്കവാറും ഇതിന്റെ പ്രൈസിങ്ങും ബാറ്ററി വാരന്റിയിലേക്ക് മെയിൻ ഡിസൈഡിംഗ് ഫാക്ടറായി മാറാൻ പോകുന്നത് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഇറ്റ്സ് മിസ് മില്യൺ ട്രാക്സ്.